Morning, dear students. I welcome all of you to the Business Regulations class. നമ്മൾ ഒന്നാം സെമസ്റ്ററിൽ ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് ഞാൻ എടുത്തിരുന്നു. ഈ തേർഡ് സെമസ്റ്റർ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ് ബിസിനസ് റെഗുലേഷനെ സംബന്ധിച്ചിടത്തോളമാണ്. ബിസിനസ് റെഗുലേഷൻ ഇൻവോൾവ്സ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് relating to business transactions. ലോ റിലേറ്റിംഗ് ടു ബിസിനസ്. അപ്പോൾ എന്താണ് ലോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എവരി സിറ്റിസൺ ദേ ഷുഡ് ബി ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കൺട്രി. നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിയമം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കില്ല. അപ്പോൾ ഈ സെമസ്റ്ററിൽ നമ്മൾ ബിസിനസ്സിൻ്റെ റെഗുലേഷനെക്കുറിച്ചും ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ഫോർത്ത് സെമസ്റ്ററിൽ കമ്പനി റെഗുലേഷൻ എന്നുള്ള പുതിയ പേപ്പറും ഉണ്ടായിരിക്കും. അപ്പം നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഇടപാടുകൾ നടക്കുന്ന സമയത്ത് ഒരു ബിസിനസ്മാൻ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷനെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിയമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ അറിയേണ്ടത്. ഹെൽമറ്റ് വെക്കണം എന്നുള്ള നിയമമുണ്ട്, പക്ഷേ നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹെൽമറ്റ് വെക്കാതെ പോയാൽ അതൊരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കില്ല. അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാർ ഓടിക്കുന്നു, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുന്നു, നമ്മൾ ചോദിക്കാൻ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതാണ് നിയമത്തിൻ്റെ ആദ്യത്തെ ഒരു വാക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ലോ. ലോ ഈസ് എ ബോഡി ഓഫ് റൂൾസ് ദാറ്റ് ആർ യൂസ്ഡ് ടു റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ആൻഡ് ദീസ് റൂൾസ് ആർ ഫ്രെയിംഡ് ബൈ ദ സൊസൈറ്റി അക്കോർഡിംഗ് ടു ഇറ്റ്സ് നീഡ്. ഒരു സമൂഹം അതിലെ അംഗങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് കണക്കാക്കുന്ന, എങ്ങനെ പെരുമാറണമെന്ന് വിവക്ഷിക്കുന്ന റൂളിനെയാണ് നമ്മൾ നിയമം എന്ന് പറയുന്നത്. അത് സമൂഹം അതിൻ്റെ ആവശ്യമനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ കൊറോണ വൈറസ് വ്യാപിക്കുന്ന സമയത്ത് മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ സാമൂഹ്യ അകലം പാലിക്കണം. ഇറ്റ്സ് എ റൂൾ അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. ദാറ്റ് ഈസ് said to be law. Law is a system by which a society is regulated. ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ് നിയമം. നിയമം പാലിക്കുന്നതിന് വേണ്ടി നിയമപാലകരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും കോടതികളുമെല്ലാം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. There are two sources of law. Firstly, the law framed by the parliament and the law framed by the court. കോടതിയും പാർലമെൻറ്റുമാണ് നമ്മുടെ രാജ്യത്ത് നിയമം ഉണ്ടാക്കുന്നത്. അതായത് നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന നിയമങ്ങളുണ്ട്, പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കുന്ന നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ കോർട്ട് കേസിലും കോടതികൾ ചില നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ദർ ആർ ടു സോഴ്സസ് ഓഫ് ലോ ദാറ്റ് ഈസ് ഇൻവോൾവ്. രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത് സാധാരണയായിട്ട്. ദെൻ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ലോ? Clause 3 of the Article 13 of the Indian Constitution defines law as which includes any ordinance, order, bylaw, rule, regulation, notification, custom or usage having the force of law. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നിയമമാകാം. ഓർഡിനൻസ് ആകാം, അതിനകത്ത് ഇൻക്ലൂഡ് ഓർഡിനൻസ്, ഗവൺമെൻറ് ഓർഡർ ആകാം, ബൈലോസ് ആകാം, റൂൾസ് ആകാം, റെഗുലേഷൻ ആകാം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ്, അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ ആകാം. ഇതിനെല്ലാം നമ്മൾ നിയമമായിട്ട് വിവക്ഷിക്കുന്നുവെന്ന് ആർട്ടിക്കിൾ 13 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലോസ് 3 പ്രകാരം പറയുന്നുണ്ട്. ഇനി നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ബിസിനസ് ലോ. എന്താണ് ബിസിനസ് ലോ? ഇറ്റ് മീൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ ഗവേണിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഇറ്റ് എൻകംബസസ് ദ ലോ ഗവേണിംഗ് കോൺട്രാക്ട്സ്, സെയിൽസ്, commercial papers, agency and employment laws, business organizations,
പ്രോപ്പർട്ടി, ബെയിൽമെൻറ്റ് എക്സെട്ര. അതായത് ഒരു ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട സർവത്ര കാര്യങ്ങൾ. അത് ബിസിനസ് കോൺട്രാക്റ്റുകളാകാം, വിൽപ്പനയാകാം, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഇടപാടുകൾ ഉണ്ടാകുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് സംബന്ധിച്ചിട്ടുള്ളതാകാം, ഏജൻസിയുമായി ബന്ധപ്പെട്ടതാകാം, തൊഴിലാളികളുടെ എംപ്ലോയ്മെൻറ്റ് ലോസ് ആകാം. ഇതിനെല്ലാം നമ്മൾ ബിസിനസ്സിൻ്റെ ലോസിനകത്താണ് പെടുത്തുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവേണിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ കാൾഡ് ബിസിനസ് ലോസ്. Then, business law is otherwise known as commercial law or mercantile law, which is a part of civil law. It regulates trade as well as auxiliaries of trade and industry. You know what is auxiliaries of trade? It includes transportation, banking, finance, warehousing, insurance, etc. Then, thus we can conclude that business law concerns and deals with the legal rights and obligation arise out of only business transactions. ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട ലീഗൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ആണ് ബിസിനസ് ലോസിനകത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ, if A agrees to sell a car to B, it is a business transaction. Whereas A dishonestly or steal a car from B, dishonestly takes away a car from B, it is a theft. Thus, business transaction is only fall within the purview of business law. In the modern business world, the scope of business law has enormously widened, and at present this law includes the law relating to contracts, sale of goods, പാർട്ണർഷിപ്പ്, ഏജൻസി എക്സെട്ര. അതായത് ഈ ആധുനിക കാലത്ത് ബിസിനസ് ലോയുടെ വ്യാഖ്യാനം വളരെ വലുതാണ്. ബിസിനസ് ട്രാൻസാക്ഷൻ മാത്രമല്ല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടപാടുകൾ വരാറുണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് വരാറുണ്ട്, പാർട്ണർഷിപ്പ് വരാറുണ്ട്, ഏജൻസി, ഇങ്ങനെ വൈഡായിട്ടാണ്. ദിസ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ കമ്മിങ് ക്ലാസ്സസ്. ഓക്കെ, വാട്ട് ഇസ് നെക്സ്റ്റ്? നേച്ചർ ഓഫ് ബിസിനസ് ലോ. ബിസിനസ് ലോ ഗവേൺസ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. Second one, it also gives emphasis on the labor welfare measures and employee safety measures. ബിസിനസ് ലോയ്ക്കകത്ത് ബിസിനസ്സിന് ഇടപാടുകൾ വരുന്നുണ്ട്, ലേബർ വെൽഫെയർ ആൻഡ് എംപ്ലോയി സേഫ്റ്റി ആൻഡ് എംപ്ലോയി പ്രൊട്ടക്ഷൻ മെഷേഴ്സ് വരാറുണ്ട്. ബിസിനസ് ലോസ് ഗീവ്സ് അറ്റൻഷൻ ടു ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ്, ഏജ്, ജെൻഡർ, റേസ്, ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ, വേർതിരിവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ ജോലിസ്ഥലത്ത് പല രീതിയിൽ വയസ്സിൻ്റെ കാര്യത്തിലായാലും ആൺപെൺ വ്യത്യാസത്തിൽ ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബിസിനസ് ലോ അറ്റൻഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഇറ്റ് ഓൾസോ ഗീവ് എംബസൈസ് ടു ലൈസൻസിങ് ഇഷ്യൂസ് റിഗാർഡിങ് സർട്ടൺ ട്രേഡ്, ചില വ്യാപാര സ്ഥാപനങ്ങൾ, ചില പ്രൊഫഷണൽ ഏജൻസികൾ, ഇവരുമായി ബന്ധപ്പെട്ട ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാറുണ്ട്. അതുപോലെ ഇറ്റ് ഓൾസോ ഫോക്കസ് ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. വാട്ട് യു മീൻ ബൈ IPR? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് ചില കണ്ടുപിടുത്തങ്ങൾ, ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് IPR ഫ്രം കോമ്പറ്റേറ്റേഴ്സ് for the companies to stay profitable. It includes patent, copyright, അതുപോലെ തന്നെ preservation or trade secret, maintaining trade secret, etc. Okay, these are about business law. Okay, അപ്പം today we are discussed about what is law, what is business law, what is the nature of business law, etc. Thus, I conclude my presentation today and expect that you got a better understanding about law and the laws relating to business. If you have any doubts, you ask your questions. In the next class, we will discuss about the basic of Indian Contract Act 1872. It is the main source of law, Indian law. It is the main source of law regulating contracts in Indian law. Okay, thank you all.